ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ? അപ്പോൾ ഞാനിന്ന് പെരുന്നാളിൻ്റെ ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റിട്ടുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രഷ് ചെയ്യലും നിസ്കാരം കഴിഞ്ഞപ്പത്തിന് നേരം വെളുത്തിട്ടുണ്ട്. എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ടോ? ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുട്ടികളുടെ കൈയാണ് കാണിക്കുന്നത്. പെരുന്നാൾ തലേന്നൊക്കെ നല്ല രസമല്ലേ മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഒരു 6:30 കഴിഞ്ഞപ്പോൾ ഉമ്മേറ്റും പെരുന്നാൾ പള്ളിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ പള്ളിയിലൊക്കെ പോവും. അപ്പോൾ ഇവർ പള്ളിയിൽ പോകുന്നത് കണ്ടിട്ട് ഇതാ ആങ്ങളുടെ ചെറിയ കുട്ടി അവരുടെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അവരുടെ കയ്യും പിടിച്ച് പോവുകയാണ്. പിന്നെ ഓനെ തിരിച്ചു കൊടുന്നപ്പം പിന്നെ കരച്ചിലായി. അവരൊക്കെ പള്ളിയിൽ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ചായ കുടിക്കാൻ നിന്നത് കേട്ടോ. ചായക്ക് പത്തിരിയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിരുന്നു. രാവിലത്തേക്കും പാടെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം രാവിലെ എല്ലാത്തിനും പാടെ സമയം കിട്ടില്ല, കടി ഉണ്ടാക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ തലേന്ന് തന്നെ പത്തിരി ഉണ്ടാക്കിയപ്പോൾ രാവിലത്തേക്കും പാടെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളം വന്നു കേട്ടോ. അപ്പോൾ വെള്ളം വന്നപ്പോൾ ഞാൻ വെള്ളം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ വലിയ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് രാവിലത്തെ പണി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ഇങ്ങനെ. അപ്പോൾ തലേ ദിവസം തന്നെ ചിക്കനിൽ മസാലകൾക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, പാകത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മസാലകൾ പുരട്ടി വെക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ രാവിലത്തെ പണിക്ക് എളുപ്പമുണ്ടല്ലോ. പിന്നെ രാവിലെ തക്കാളിയും വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതും ചതച്ച് വെച്ചു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും പിന്നെ ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ബിരിയാണിയിലേക്കുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് വേറൊരു ദിവസം വീഡിയോ ആയിട്ട് ഇടാം. ഫുള്ളായി ഇട്ടാൽ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാടാവും കേട്ടോ. അതുകൊണ്ടാണ് അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇടാൻ വേണ്ടിയിട്ട് അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഉള്ളിത്തൈരില്ലേ, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഒരു ലോഡ് പാത്രം ഉണ്ടാവില്ലേ കഴുകാൻ. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിലേക്ക് ഒന്ന് ആകെ തുടച്ചൊന്ന് വൃത്തിയാക്കുകയാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കളയിലുള്ള പണി കഴിഞ്ഞു കേട്ടോ. നാത്തൂനും കുട്ടികളും നാത്തൂൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോവുകയാണ് കേട്ടോ. വിരുന്നെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിനാണ് പോണത് കേട്ടോ. കുട്ടികൾക്കൊക്കെ എക്സാം അല്ലേ, അപ്പോൾ അതുകൊണ്ട് നിൽക്കാനും കോലല്ല. അപ്പോൾ പിന്നെ ഒരു ദിവസത്തിനാണ് പോണത്. അപ്പോൾ വണ്ടിക്കാരനെ കുറേ നേരമായിട്ടോ കാത്ത് നിൽക്കൽ കൊടുത്തിട്ട് വിളിച്ചപ്പോൾ 10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കാത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി വന്നത് അവർ പോവുകയാണ്. ബിരിയാണി കഴിച്ചതുകൊണ്ട് എന്താണെന്നറിയില്ല, വൈകുന്നേരം ആയപ്പോൾ എനിക്ക് കട്ടൻ ചായക്ക് നല്ല പൂതി കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് പോയി ഉണ്ടാക്കി ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ എപ്പോഴൊന്നും എനിക്കിഷ്ടമല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കുടിക്കാറുള്ളൂ. അപ്പോൾ ഞാനിതാ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് കേട്ടോ ചായ കുടിക്കണത്. ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ അധികം ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കുടിക്കാറ്. അങ്ങനെ ചായ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്കാണ് ഇട്ട് ഇറങ്ങിയത്. കണ്ടോ ഈ മൂച്ചി കണ്ടോ? ആകെ 3 വർഷമായിട്ട് കേട്ടോ കുഴിച്ചിട്ടിട്ടുള്ളത്. ഇത് വാങ്ങി വെച്ച തയ്യൊന്നല്ല കേട്ടോ, നമ്മളുടെ സാധാ മൂവാണ്ടൻ മൂച്ചില്ലേ അതാണ്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മളുടെ സാധാ മൂച്ചിയാകുമ്പോൾ ഇങ്ങനെ കായ്ക്കലില്ല, ആക്കും പോലെ കായ്ക്കാറുള്ളൂ. എന്തായാലും ഇത് കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.